പുണ്യം പിറക്കും റംസാൻ മാസമാണല്ലോ. ഈ റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം നമുക്കൊരു തരിക്കഞ്ഞിയാവാം. ഈ തരിക്കഞ്ഞി കുടിച്ചിട്ടാവട്ടെ ഈ പ്രാവശ്യത്തെ നോമ്പുതുറ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സുരക്ഷിതരായും സന്തോഷത്തോടെ ഇരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവമാണ് റംസാൻ സ്പെഷ്യൽ തരിക്കഞ്ഞി അഥവാ തരി പായസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ഈ ചാനൽ പരിചയപ്പെടുത്താൻ മറക്കാതിരിക്കുക. തരിക്കഞ്ഞി അല്ലെങ്കിൽ തരി പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചു തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ റവ അടിയിൽ പിടിക്കാതെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. 2-3 മിനിറ്റ് കഴിഞ്ഞു. റവ നന്നായിട്ട് വെന്ത് നല്ല കുറുക്ക് പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് പാല് ചേർക്കാം. ഇനി ഞാൻ ചേർക്കുന്നു പഞ്ചസാരയാണ്. ഇത് അവരവരുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനി ഞാൻ ചേർക്കുന്നത് 3-4 ഏലക്ക പൊടിച്ചതാണ്. അതുകൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 4-5 മിനിറ്റ് കഴിഞ്ഞു. പാലെല്ലാം തിളച്ചു തുടങ്ങി. ഇത് നമുക്ക് തീ ഏറ്റവും സിം ഫ്ലെയിമിലേക്ക് മാറ്റണം. പാലും റവയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള വറവ് കൂടി നമുക്ക് ചെയ്തെടുക്കാം. വറക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറിയ ബ്രൗൺ കളറിലേക്ക് വന്നു. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും റോസ്റ്റായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നു. സ്റ്റവ് ഓഫ് ചെയ്തു. ഈ വറവ് നമുക്ക് നമ്മുടെ തരിപ്പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പുണ്യം പിറക്കും റംസാൻ നാളുകളിൽ പകൽ മുഴുവനും ചെയ്യുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഈ ഒരു തരിക്കഞ്ഞി അഥവാ തരിപ്പായസം കുടിച്ചാവട്ടെ നിങ്ങളുടെ നൊയമ്പ് വീടൽ. വളരെ എളുപ്പത്തിൽ തരിക്കഞ്ഞി അഥവാ തരിപ്പായസം നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തു. അപ്പോൾ ഇത് നിങ്ങൾ ഈ പ്രാവശ്യം നൊയമ്പ് വീടലിന് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.